ഇതാണ് ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്കുള്ള അവസ്ഥ. രാവിലെ ആയിക്കഴിഞ്ഞാൽ കൂട് തുറക്കാത്തതിന് മുമ്പേ ഇങ്ങനെയാട്ടോ. ഇവരുടെ അടുത്ത് ഞാൻ ഈ ഒരു ഒച്ച കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നൊരവസ്ഥയാട്ടോ. പിന്നെ ഇവിടെ ഇന്നലെ കൂട്ടിൽ കയറാതെ ഇതാക്കുന്ന ഒളിഞ്ഞിരിക്കാട്ടോ. ഇങ്ങനെ ഒച്ച കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താ വിചാരിക്കുക, കൂട്ടിനുള്ളിൽ എന്തോ കയറി, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. നല്ല അങ്ങനെ അതിരാവിലത്തെ കൂട്ടത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ഇതാക്കുന്ന ഈ നമ്മളെ പരിപാടി അടുത്തെന്ന് പറഞ്ഞാൽ കോഴികളെ തുറക്കുക, അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ള കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചോറേ ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഇന്നലത്തെ കുറച്ച് ചോറും ഇച്ചിരി കറിയൊക്കെ കേട്ടോ. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതായത് കുറച്ച് തവിടും പപ്പായൊക്കെ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അന്നപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നോ, ഇന്നലെ ഗോതമ്പത്തിൻ്റെ ഒരു പാക്കറ്റ് ആ പൊടി കുറച്ചും കൂടി ഒരു 1.5 പാക്കറ്റ് പൊടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇന്ന് വേവിക്കുന്നൊന്നുമില്ല, ഇത് വെറുതെ വെള്ളത്തിൽ ഇതേപോലെ കുഴച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വെറുതെ ഒന്ന് ഇതാക്കുന്ന കുഴച്ച് ഒന്ന് പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കാം. ഇന്ന് രാവിലത്തെ ഫുഡ് പറഞ്ഞതാട്ടോ. ഇന്നലെ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളിവിടെ ഇപ്പോൾ തീറ്റയൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഇന്ന് കൊടുക്കാമെന്ന് വെച്ചു. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു പിന്നെ പുറത്തുനിന്ന് കോഴികൾക്ക് ഫുഡ് എടുക്കാമെന്നില്ല. അപ്പോൾ അതൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതാക്കുന്ന ഇതാട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അവർക്ക് തവിടും അതേപോലെ കുറച്ച് ഈ ഒരു വേസ്റ്റും കൂടി ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊന്നും അവർക്ക് എവിടെ എത്തൂല. ഇതൊക്കെ വെറുതെ എന്താ പറയുക, നമ്മൾ കുറച്ച് അരി വെതറി എറിയുന്നത് പോലെ അവർക്ക് കഴിക്കാമല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരും. കുറച്ച് 1.5 പാക്കറ്റ് പൊടിൻ്റെ കുഴച്ചെത്ര ഉണ്ടാവും അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവർ ഇറങ്ങി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതിൽ നമ്മളെ എന്താ പറയുക ബ്രഹ്മക്കുഞ്ഞുങ്ങളെ തുറന്നിടും. അവർ ഏകദേശം കോഴികളൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ മടി കാണിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇത് നമ്മളെ കുഞ്ഞുമക്കളെയും തള്ളക്കോയിനെയും കൂടി പുറത്തേക്ക് തുറന്നു വിടണം വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടാറുള്ളൂ കേട്ടോ, എപ്പോഴും തുറന്നു വിടാറില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എന്നും വിട്ട വീഡിയോ തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മളെ വീട്ടിൽ ഓരോരോ കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് മുളപ്പിച്ചാട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഗോതമ്പ് മുളപ്പിച്ചാട്ടോ. ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇത് ഞാൻ മുളപ്പിച്ചിട്ട് ഇതേപോലെ അതിൻ്റെ മുളപ്പിച്ചിട്ട് ആ ഒരു പുല്ല് ഇല്ലേ, അതിൻ്റെ ആ ഒരു ഇല ഉണ്ടല്ലോ, അതിങ്ങനെ മുളപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഒരു രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഗോതമ്പ് മുളപ്പിച്ചതിൻ്റെ ആ ഒരു ചെടി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിപ്പോൾ ഒരു 3 പാത്രത്തിൽ ഇതേപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ ചെയ്തില്ല. പിന്നെ ഗോതമ്പ് മുളച്ച് വരുമ്പോഴേക്ക് പിന്നെ അവർക്ക് തീറ്റില്ലാതിരിക്കുമ്പോൾ പിന്നെ വെള്ളത്തിൽ നിന്ന് വേഗം എടുത്ത് അവർക്ക് അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് ഇതൊന്ന് മുളപ്പിച്ചിട്ട് കുറച്ച് ഹൈറ്റ്, അതിൻ്റെ ഒരു പുല്ലുണ്ടല്ലോ, ഹൈറ്റ് വെച്ചിട്ട് കോഴികൾക്ക് കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മുളപ്പിച്ച് കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ ചെറിയൊരു മുള പൊട്ടി വന്നിട്ട് നമ്മൾ ഗോതമ്പ് കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ചെടിയാക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ ഇതേപോലെ മുളപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇന്നേക്കൊന്ന് ഒരു 5ാമത്തെ ദിവസമാട്ടോ. 5ാമത്തെ ദിവസമാട്ടോ ഇത് ഇങ്ങനെ റെഡി ആകുന്നത്. ഇതിപ്പോൾ ഇന്നലെ കേട്ടോ മുള നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ പൊന്തി വരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിൽ അത്യാവശ്യം ഇതാക്കുന്ന മുളയൊക്കെ ഇതാക്കുന്ന ഒന്ന് പൊന്തി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇലൻ്റെ ഒരു ഭാഗമൊക്കെ. അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ കോഴികളത് ഗോതമ്പ് വെള്ളത്തിൽ വെറുതെ അങ്ങനെ ഒന്ന് കുഴച്ച് കൊടുത്താട്ടോ. അപ്പോൾ അതിന് ശേഷം താക്കുന്ന ഞാൻ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ താക്കുന്ന കുറച്ച് പപ്പായൻ്റെ ഇല കുറച്ച് കഷ്ടപ്പെട്ടിട്ടാട്ടോ എടുത്തത്. അപ്പോൾ ഇവിടെ വലിയ 2-3 മരം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, കുറച്ച് ഹൈറ്റിലല്ലേ. അപ്പോൾ അതുകൊണ്ട് താക്കുന്ന കൊക്കൊക്കെ ഇട്ട് പിടിച്ച് വലിച്ച് താക്കുന്ന എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക, നമുക്ക് എല്ലാവരും പറയും കോഴികൾക്ക് തീറ്റ ചിലവ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് പപ്പായയുടെ ഇലയാണെന്നൊക്കെ പറയും. പക്ഷേ എന്നാൽ പോലും നമുക്കിപ്പോൾ കോഴികൾക്ക് കൊടുക്കാൻ ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ കൊടുത്താൽ നമ്മളെ കോഴികൾ കഴിക്കില്ല. അപ്പോൾ ഇതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇതെല്ലാം എടുത്ത് കുറച്ച് അരിഞ്ഞെടുത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ച് ഒക്കെ വേണ്ടേ കോഴി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കാൻ നമ്മളെ മനസ്സിനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ശാന്തരാക്കണമെന്ന് വേണം പറയാൻ വേണ്ടി കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യും പോലെ ആവില്ല. കുറച്ച് റിസ്ക്കാണ് നമ്മളെ കോഴികൾക്ക് കുറച്ച് തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും
നമ്മളിപ്പോൾ ഇലയൊക്കെ പോയി പറിച്ച് ഇതൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ട് വേണ്ടേ വരാൻ. അപ്പോൾ ഇന്ന് എന്താ പറയുക കുറച്ച് തിരക്കിലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇല എടുത്തുള്ളൂ കേട്ടോ. കുറച്ചില നല്ല ആവശ്യത്തിന്. ഇതിൽ കുറച്ച് ആ തവിടും കുറച്ച് ചോറും വേസ്റ്റൊക്കെ കൂടി ഒരു വൈകുന്നേരം വരെയുള്ള തീറ്റയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ആ വലിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് സമാധാനം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി നാളത്തെ കാര്യങ്ങളാണല്ലോ, പിന്നെ നാളെ നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് സാധാ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇത് അരിയുക, മിക്സിയിലിട്ട് അരയ്ക്കുക, അതേപോലെ കോഴികൾക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒന്നാമത് സമയമില്ലാത്ത എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓൺലൈനിലായിട്ട് നമ്മൾ ടൈലറിങ്ങിൻ്റെ ഒരു ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ കട്ട് ചെയ്യാൻ നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്യാനുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഓൺലൈനായിട്ട് ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലും കൂടി ക്ലാസ് പിന്നെ സ്റ്റിച്ച് ചെയ്യാനും അതിനുള്ള സമയം കൂടി എന്താ പറയുക എനിക്ക് കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാട്ടെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു തീറ്റയും കൂടി ആക്കി വെച്ചിട്ട് ഞാനിപ്പോൾ നമ്മളെ വീട്ടിലെ പണി അറിയാമല്ലോ, വീട്ടിൽ എത്ര പണിയെടുത്താലും വീട്ടമ്മമാർക്ക് എന്താ പറയുക അവർ കാണാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ തീർത്തിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എന്തായാലും ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഇതും കൂടി കോഴികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക പുതിയ വീഡിയോസ് ഒക്കെ ഇട്ടാണെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സാധാരണ എപ്പോഴും ഇല അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇലയൊക്കെ കൊടുക്കുന്നുണ്ട്, കാണിക്കാറെന്നല്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഞാനിതിൽ ഇപ്പോൾ ഇതാക്കുന്ന വലിയ ജാറിലാട്ടോ എന്നിട്ട് അരയ്ക്കുന്നത്. അപ്പം അരച്ച സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കല്ലോ, ആ വെള്ളം ഞാൻ ഇതേപോലുള്ളൊരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് അതിൻ്റെതാ ഈ നമ്മൾ അരച്ച ഇല ഇതിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ ഇതാക്കുന്ന അതിൻ്റെ ആ ഒരു ഇലൻ്റെ ഒരു ചണ്ടി ഉണ്ടല്ലോ, അത് ഇതങ്ങനെ ആക്കിയ കേട്ടോ. സാധാരണ ഞാൻ വെള്ളം ഇതിലേക്ക് ഇല ഇട്ട് അരയ്ക്കുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചാട്ടോ ഞാൻ അരയ്ക്കൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് വെള്ളം ഈ ഇലേൻ്റെ ഈ പപ്പായയുടെ ഇലേൻ്റെ വെള്ളം കോഴികൾക്ക് കുറച്ച് കുടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം, എന്നാലും ഞാൻ എൻ്റെ ഇത് പറയാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 പ്രാവശ്യം ഇതേപോലെ ഫുള്ളായിട്ട് അരച്ചെടുത്ത ഇലയാട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് എടുത്ത ആ ഒരു വെള്ളം അരിച്ചിട്ട് ആ വെള്ളം തന്നെയാട്ടോ ഞാൻ രണ്ടാമത് അരച്ചപ്പോൾ ഇതിലേക്ക് ഒഴിച്ചതും. ഇപ്പോൾ ഇതാക്കുന്ന ഇത് 3ാമത്തെ പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പോകുന്നത്. നിറച്ച് ഇല വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിച്ച് വെച്ച ഈ ഇല ഉണ്ടല്ലോ, ഇലേൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് തന്നെയാട്ടോ ഞാൻ പാർന്ന് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒഴിച്ച ആ ഒരു വെള്ളം തന്നെയാട്ടോ ഞാനിതാ ഇപ്പോൾ ഇതിലേക്കും പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് അരച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ വെറുതെ ഈ വെള്ളം പിന്നെ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിക്കാറായി കേട്ടോ. ഇപ്പം ഞാൻ ഇത് ആദ്യമായിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലരച്ച വെള്ളം കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതാക്കുന്ന 3ാമത്തെ ആ ഫുള്ളായിട്ട് ഇല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചിതാക്കുന്ന ഒരു 3/4 അരി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരച്ചതാട്ടോ ഞാൻ ഇതാക്കുന്ന ഇതിലേക്ക് ഈ ഒരു നെറ്റിൻ്റെ ഒരു അരിപ്പയിലേക്ക് പാർന്ന് കൊടുക്കാൻ പോണത്. പഴയ ഒരു അരിപ്പ് കേട്ടോ, ഞാനിത് കുട്ടികൾ കളിക്കുന്നിടത്തു നിന്ന് എടുത്തിട്ട് വന്നാട്ടോ. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ അരിച്ചിട്ട് എന്താ പറയുക അരിപ്പയിലൊന്ന് അരിച്ചിട്ട് ഒരു വെള്ളം എടുക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം തന്നെ കണ്ടില്ലേ. ഇനി ഒരു 3 പ്രാവശ്യം കൂടി നമുക്ക് ഇതേപോലെ മിക്സിയിൽ ജാറിലിട്ട് ഇല അരിക്കാനുണ്ടാവും. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് തവിട് കുറവായതുകൊണ്ടാട്ടോ. തവിട് കുറവായതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കുറച്ച് അംശം ഞാൻ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതാക്കാൻ നമ്മളെ വെള്ളവും അതേപോലെ ഈ ഇലയുടെ ആ ഒരു അരിച്ചെടുത്ത ഒരു ചണ്ടി ഉണ്ടല്ലോ വെള്ളം താക്കുന്ന. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അത്രയൊക്കെ ഉണ്ടാവും. 2 ഗ്ലാസ് വെള്ളം, ഒരുപാടൊന്നുമില്ല. അപ്പോൾ അത് ഇവർക്ക് കുടിക്കുന്ന ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാമല്ലോ, വെള്ളത്തിനപ്പുറം ഒഴിച്ചു കൊടുക്കാമല്ലോ വെച്ച്. ഇപ്പോൾ എല്ലാവരെയും തുറന്ന് വിടുന്നതിനെ കൊണ്ട് അവർ ആവശ്യത്തിനനുസരിച്ച് അവിടെ വന്ന് കുടിച്ചോളൂ. ചെറിയ എന്താ പറയുക നമ്മളെ ബ്രഹ്മക്കുഞ്ഞുങ്ങളൊക്കെ തുറന്ന് വിടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് എല്ലാത്തിനും തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇല ഉണ്ടല്ലോ, ഇത് ഇതാക്കുന്ന മണിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു വെള്ളം അരിച്ചെടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ തവിട് കുറച്ച് കുറവാട്ടോ. 1 കിലോ 1.5 കിലോൻ്റെ ഒക്കെ അടുത്തേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതിലേക്ക് ഈ ഒരു ഇല ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ കോഴികൾക്ക് ഇതേപോലെ വെള്ളം സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ ഒന്നുകൂടി അവർ കുടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാക്കുന്നതിന് ഒരു ഉച്ചത്തേക്കുള്ള തീറ്റ കേട്ടോ. ഒരു ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുമുള്ള തീറ്റ നമുക്ക് ഇതാക്കുന്നതിലുണ്ട്. ഈ ഇലയാകുമ്പോൾ അവർ അത്ര പെട്ടെന്നൊന്നും കൊത്തി കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാവധാനം പിടിച്ചിട്ട് അവർ കുറേ നേരം അവിടെ അങ്ങ് ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തായാലും കുറച്ച് ലെങ്ത്ത് കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നമ്മുടെ വീഡിയോസ് ലെങ്ത്ത് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. വീഡിയോ എടുത്ത് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു സമയമാവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാക്കുന്ന തവിട് ഞാൻ വലിയ പാത്രത്തിലേക്കാട്ടോ ഇട്ടെടുക്കുന്നത്. നമുക്ക് കുഴയ്ക്കാൻ സുഖമായിരിക്കും കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ ഇതിലിട്ടെടുത്തത്. ഇതൊന്ന് കുഴച്ചെടുക്കണം, അതുകൊണ്ടാട്ടോ വലിയ പാത്രത്തിലെടുത്തത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. പിന്നെ കുറച്ച് നമ്മുടെ ചോറിൻ്റെ കുറച്ച് കറീൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ തീറ്റയും സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ ഇതെന്തായാലും ഇത് ഉച്ചയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോഴിയുടെ ഫുഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകുന്നേരം ഇത് ബാക്കിയില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ പപ്പായ ഉണ്ട്, പപ്പായ അരിഞ്ഞ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ ആയിട്ട് വിചാരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതെന്തായാലും നമ്മൾ ഉച്ചയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നാളെ എന്തായാലും ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.